ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൊന്നൂനെ ജോലിക്ക് ആലുവയിൽ കൊണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ പൊന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. അതായത് എൻ്റെ ഹസ്ബൻ്റെ ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ അവൾക്ക് ആലുവയിൽ ജോലി കിട്ടി. അപ്പം അവളെ അവിടെ കൊണ്ടാക്കാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്, ട്രെയിനാണ്. അപ്പോൾ ഈ യാത്രയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഗൈസ്, ഞങ്ങൾ എറണാകുളം ആലുവയ്ക്ക് പോവുകയാണ്. വണ്ടി വന്നില്ല, വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആലുവയിൽ വന്നെത്തി. അപ്പോൾ ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. രാവിലെ 7:15 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് യാത്ര തുടരാം. അപ്പോൾ അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി കാപ്പിയൊക്കെ കുടിച്ചു. ആലുവയിലെത്തി, പൊന്നിൻ്റെ ഹോസ്റ്റലിലെത്തി. പൊന്നിനെ ഇവിടെ ആക്കി. ഭയങ്കര വെയിലായിരുന്നു, നല്ല വെയിലൊക്കെ കൊണ്ടങ്ങ് വാടിക്കയറി. ഇപ്പം സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു 7:15 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം അവിടെ വന്ന് പിന്നെ ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയ്ക്ക് നേരെ ഇനി പോകുന്നു. അവിടുന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്താണ് കേട്ടോ. അപ്പം കുറച്ച് ദൂരേക്കേ ഉള്ളൂ. 50 രൂപ പോയിന്റ്. 50 രൂപ പോയിന്റ്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങളൊന്ന് ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങും. ഇപ്പോൾ ഫോണിൽ ചാർജും ഇല്ല. എല്ലാം ഒന്ന് സെറ്റാക്കി പൊന്നിനെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോകും. വിഷമമുണ്ട് പൊന്നു. പൊന്നു എന്താ കുറി തൊടാനത്? പൊന്നു കുറി തൊടത്തില്ല. പൊന്നു പൊട്ട് ഞങ്ങളുടെയൊക്കെ കൂട്ട് വലിയ പൊട്ടിടത്തില്ല, വലിയ മാല ഇടത്തില്ല, വലിയ ഒരുക്കമൊന്നുമില്ല പൊന്നുവിന്. പൊന്നു എല്ലാം നൈസാ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇനി ട്രെയിനുണ്ട് 4:30. അപ്പം ട്രെയിന് പോവുകയാണ്. വിഷമമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ, ഞങ്ങൾ പിന്നെ തിരിച്ച് ആലുവ വന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ഹോട്ടലിൽ കയറി. അപ്പം 3 മണിയൊക്കെ ആയതുകൊണ്ട് ചോറൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് ബിരിയാണിയേ കിട്ടിയുള്ളൂ. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പം 4:30 ഞങ്ങളുടെ ട്രെയിന്. ഇനിയിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം കാത്തിരിക്കണം. സമയം കുറേ ഉണ്ട് ട്രെയിൻ വരാൻ.
അപ്പം നേരെ സന്ധ്യ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂട്ടിന് ഒരമ്മയും കൂടെ കിട്ടിയിട്ടുണ്ട്. അമ്മയാണ് തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത്. ആ അമ്മ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. തിരുവനന്തപുരത്തുള്ളതാണ്. ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും അമ്മ. ആ അമ്മയായിട്ട് ഞങ്ങൾ നല്ല കൂട്ടായി, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നെ അമ്മയൊക്കെ പാട്ടൊക്കെ നല്ലതായിട്ട് പാടി കേട്ടോ. പാട്ടൊക്കെ അതൊക്കെ വരുന്നുണ്ട് വീഡിയോയിൽ. നല്ലതായിട്ട് പാട്ടൊക്കെ പാടി. ബിനിച്ചേച്ചിയുടെ കൂടെയൊക്കെ യാത്ര പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ബോറടിക്കുകയൊന്നും ചെയ്തില്ല. ഫുൾ എൻജോയ്മെൻ്റാണ് പുള്ളിക്കാരത്തി. അപ്പം ഞങ്ങളുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇറങ്ങാൻ. ആലുവ ഇറങ്ങി ഇച്ചിരി കൊണ്ടാക്കി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. ഇപ്പോൾ പെരുന്നാളിൽ കഴിഞ്ഞു. ശസ്താങ്കോട്ടയാണ്. എന്നിട്ട് അവിടെ ഓട്ടയ്ക്ക് കയറി. അങ്ങനെ ഞങ്ങൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി വീട്ടിലോട്ട് നടക്കുകയാണ്. ഇപ്പോൾ സമയം 8:21 ആയിട്ടുണ്ട്. 4:30 ഞങ്ങൾ ട്രെയിൻ കയറിയതാണ്. മെഷീൻ ഉപ്പാട് വന്നുപോയി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ഓട്ടോ വിളിച്ച് വേണം വീട്ടിൽ പോകാൻ. കൊച്ചു ചിരിക്കുന്നു. പിന്നെ ഇതിൽ ചെന്ന് ഫുഡുണ്ടാക്കണം, കഴിക്കണം, കുളിക്കണം, കിടക്കണം. ഒക്കെ തന്നെ യാത്ര അപാരമാണ്. യാത്ര ദൂരയാത്ര. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ഒറ്റൊരു ഓട്ടമില്ല. ഇനി കുറേ നേരം ഇവിടെ നോക്കി നിൽക്കണം, ഏതെങ്കിലും ഓട്ടോ നോക്കി. അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി വീട്ടിലേക്ക്. അപ്പോൾ ചേച്ചി ഓട്ടോക്കാരനെ വിളിക്കുകയാണ്. പക്ഷെ അവരെല്ലാം ഓട്ടത്തിലാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേന് അപ്പുറത്തെ കടയിലെ വരാന്തയിൽ കുറേ പട്ടിക്കുട്ടികളും അതിൻ്റെ അമ്മയൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. കഷ്ടം വിശന്ന് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് കേക്ക് മേടിച്ചതിന് കൊടുത്തു. അപ്പം എന്തൊരു ആർത്തിയോട് കൂടിയാണെന്ന് അറിയാമോ അത് വന്ന് കഴിക്കുന്നേ. അപ്പം ഞങ്ങളുടെ ഓട്ടോ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നെത്തി. ആകെ ടയർഡായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.